ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ ഒരു മട്ടൻ്റെ കുക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു മട്ടൻ്റെ ഒരു വാരിയല് പീസ് വലുതല്ല ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പും കുരുമുളകും ചേർത്ത് ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കുകയാണ്. രണ്ട് സൈഡും ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ഇട്ടതിന് ശേഷം ഞാനൊരു 2-3 മണിക്കൂർ അതിനെ ഫ്രിഡ്ജിലും പിന്നെ 1 മണിക്കൂർ പുറമേയും നോർമൽ ടെമ്പറേച്ചറിലും വെച്ചതിന് ശേഷമാണ് ഇതിനെ കുക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ തേച്ച മസാലയൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് എന്ന രീതിയിൽ ഞാൻ ഓവനിൽ കുക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ തിരിച്ചും പിന്നെ ഒരു 15 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടാണ് ഇത് ഓവനിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ലോണം ഡ്രൈ ആയിട്ട് വരും. കാരണം അതിലുള്ള ജലാംശമൊക്കെ വറ്റിയിട്ട് ഒരു ഡ്രൈ പീസ് പോലെയായി വരും. അതിന് ശേഷം നമ്മൾ ഇതേപോലെ വാരിയലിൽ ഓരോരോ പീസായിട്ട് നമുക്ക് കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഓരോരോ പീസായിട്ട് മുറിച്ചെടുക്കണം. എന്നിട്ട് നമ്മളൊരു ഗ്രേവി ഉണ്ടാക്കിയിട്ട് അതിൽ ഇത് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് ഓയിൽ എടുക്കുകയാണ്. ഓയിൽ എടുത്തതിന് ശേഷം ആ മട്ടൻ്റെ ഒരു കുത്തൽ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്രാമ്പു, പട്ട, ഇല ഇതെല്ലാം കൂടി ഒന്ന് ഇട്ടതിന് ശേഷം ബേ ലീവ്സും ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചുവന്ന മുളക് പൊടിച്ചത് അതും ഇട്ടിട്ടുണ്ട്. അതൊന്ന് മൂപ്പാവുന്നതിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇഞ്ചി ചേർക്കുന്നുണ്ട്. ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ വെളുത്തുള്ളി എന്നിവ ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ രണ്ട് വലിയ സവാള അരിഞ്ഞതും ഞാൻ ചേർക്കുന്നുണ്ട്. കൂടെ ആവശ്യത്തിന് ഉപ്പും ഞാൻ ചേർക്കുന്നുണ്ട്. സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സവാള ഒന്ന് വഴഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇത് 4 ചേർത്തതിന് ശേഷം ഒന്ന് മസാലേൻ്റെ ആ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷം കുറച്ച് തക്കാളി കട്ട് ചെയ്തിടുന്നുണ്ട്. അതും കൂടി ഒന്ന് പാകമായതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിന് നമ്മൾ വെള്ളവും ചേർക്കണം. നമ്മളൊരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ആവശ്യത്തിന് തിളച്ചതിന് ശേഷം നമ്മൾ ഇനി ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മട്ടൻ്റെ വാരിയൽ ഓരോ പീസായിട്ട് ഇതിലേക്ക് ഇടുക. എന്നിട്ട് നമ്മളൊന്ന് തുടക്കത്തിലൊന്ന് നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മൂടി വെച്ച് ഒരു 15 മിനിറ്റോളം വേവിക്കുക. അത്യാവശ്യം വെന്തതാണ് നമ്മൾ മട്ടൻ. എന്നാലും നമുക്ക് ഒന്നും കൂടി ആ ഗ്രേവീൻ്റെ ആ ഉപ്പും മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു 15 മിനിറ്റ് നേരത്തേക്ക് അത് മൂടി വെച്ചൊന്ന് വേവിക്കുക. ഒരു 15 മിനിറ്റിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കുമ്പോൾ സംഗതി നല്ലപോലെ തിളച്ച് മസാലയൊക്കെ അതിൽ നല്ലപോലെ കട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മട്ടൻ്റെ വാരിയൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഐറ്റം.
ആ ഗ്രില്ല് ചെയ്തതിന് ശേഷം മസാലയിൽ പെറുക്കിയെടുത്തതിനാണ് അടിപൊളിയായിട്ട്. അപ്പം നമുക്ക് അടുത്തൊരു ഐറ്റമായിട്ട് വീണ്ടും കാണാം.